അതായത് സാറിന്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ PC ജോർജ് സാറിന്. അപ്പം അത് എപ്പോഴെങ്കിലും പലപ്പോഴും അങ്ങനെ ഓരോ വിവാദങ്ങളിൽ ചെന്ന് ചാടുമല്ലോ. അപ്പൊ അത് എപ്പോഴെങ്കിലും ഒരു മകൻ എന്നുള്ള രീതിയിൽ സാറിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? എപ്പോഴെങ്കിലും എപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ PC ജോർജ് അത് PC ജോർജിനെ ഞാനൊരു കാര്യം പറ്റും, അദ്ദേഹം MLA പോലും അല്ല, അദ്ദേഹം BJP പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗമാണ്. പക്ഷെ എവിടെ ചെന്നാലും PC ജോർജ് ഫാൻസ് ഉണ്ട്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത്ര കുറച്ച് എന്നും എപ്പോഴെങ്കിലും അല്ലേ, എന്നും പറയും. എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവും. പക്ഷെ ഉള്ള പ്രശ്നം അദ്ദേഹം പറയുന്ന ഭാഷയ്ക്കാണ് പറയുന്നത്, പറയുന്നതെല്ലാം സത്യമാണ്. അതാണ് മുന്നൊന്നും നോക്കാറില്ല. അദ്ദേഹത്തിൻ്റെ നാളെ ഞാൻ എന്താവും, ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ പക്ഷേ അത് പാർട്ടിക്കുമൊക്കെ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കും എല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്, അങ്ങനെ പോകും. PC ജോർജ് അങ്ങനെയേ പോകും. പക്ഷെ ഇടയ്ക്കൊക്കെ ജനങ്ങൾക്ക് അതൊരു അരോചകരമായി തോന്നുമോ? അങ്ങനെ ഒരു തോന്നല് മകൻ എന്ന നിലയിൽ ഷോൺ ജോർജിനുണ്ടോ? അപ്രിയ സത്യങ്ങൾ ചിലർക്ക് പ്രിയമായിരിക്കും, ചിലർക്ക് അപ്രിയമായിരിക്കും. ആ അപ്രിയമായിട്ടുള്ളവരെ വിമർശിക്കും, അതിനെന്താ സംശയം? അതായത് അച്ഛന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഒരിക്കലും അല്ല. ഞങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒന്നാണ്. അതിന് പറയുന്ന ഭാഷയുടെ ശൈലിയുടെ വ്യത്യാസമേ ഉള്ളൂ. കുറച്ചുകൂടെ ശക്തമായി പറയുന്നത് ഞാനായിരിക്കും. അതിൻ്റെ വരികൾക്കിടയിലൂടെ നോക്കുമ്പോൾ ഞാൻ പിടിച്ചോടം കൊണ്ട് പോകും, അദ്ദേഹം പറഞ്ഞിട്ട് പോകും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഒരിടത്ത് കൂടി പിടിച്ചാൽ, ഞാൻ ഒരിടത്ത് ഒരു കാര്യം പറഞ്ഞ് അതിൻ്റെ കുറേ പോയാൽ ഞാനത് കൊണ്ടേ പോരുള്ളൂ. പപ്പ അങ്ങനെയല്ല, പപ്പ വെടിവെച്ചങ്ങ് പോകും. എന്നാലും ഒരു പരിധി കടന്നാൽ എന്തെങ്കിലും ഇനി കുറച്ച് PC ജോർജ് ആവാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് എനിക്ക് എൻ്റെ ക്ലോസ് സർക്കിളിൽ പിന്നെ എൻ്റെ ഒരു പോളിസി, എൻ്റെ വാക്കും പ്രവൃത്തിയും, എൻ്റെ പാർട്ടി പ്രവർത്തകനാണെങ്കിലും സഹപ്രവർത്തകനാണെങ്കിലും എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. ബേസിക്കലി എനിക്ക് മറ്റൊരാളുടെ മനസ്സ് വേദനിക്കുന്നത്, പപ്പ അങ്ങനെ ഒന്നും നോക്കല്ല. പപ്പ സ്വാഭാവികമായിട്ടും മുമ്പിൽ അപ്പം വന്ന് അപ്പം ചീത്ത വിളിക്കും. പക്ഷേ എനിക്ക് ചീത്ത വിളിക്കാൻ തോന്നിയാലും ഞാൻ ഒന്ന് പോട്ടെ എന്ന് വെക്കുന്നൊരു സ്വഭാവമാണ്. പപ്പ അങ്ങനെയല്ല. പപ്പ നേരെ ചീത്ത വിളിക്കും, ഒരു പിറ്റേ ദിവസം വിളിച്ചിട്ട് ബാടാമനെ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം തീർക്കും വിളിക്കും. PC ജോർജ് കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കേരള നിയമസഭയിൽ ഒരു പുതുചരിത്രം കുറിക്കുന്നത്, അതായത് മകനും അച്ഛനും കൂടെ നിയമസഭയിലെത്തും. എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് ആ ഒരു കാര്യത്തിൽ? അല്ല, അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ വിശ്വാസം. പാർട്ടി എന്തുകൊണ്ടാണ് ഞാൻ കാലെ പിടിച്ച്, അങ്ങനെയല്ല പറയുന്നത്, കാലെ പിടിച്ച് ഞാൻ പറഞ്ഞതാണ് സംസ്ഥാന പ്രസിഡൻ്റ് അടുത്തും അതുപോലെ പാർട്ടി നേതൃത്വത്തിൻ്റെ അടുത്തും ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എത്രയോ ആളുകൾ, ഇപ്പോൾ പാലായിൽ പ്രവർത്തിക്കേണ്ട നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ പൂഞ്ഞാറിലാണ് പ്രവർത്തിക്കുന്നത്. അത് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, പപ്പ മത്സരിക്കുന്ന സമയത്ത് പപ്പയുടെ എല്ലാ തെരഞ്ഞെടുപ്പും, ഒരു 2006 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പും പപ്പ ആ സൈഡിലോട്ട് പോകാൻ തിരിഞ്ഞെടുക്കും. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുള്ളൂ. തെരഞ്ഞെടുപ്പ് മാനേജർ എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പും. അപ്പോൾ അവിടുന്ന് ഞാനിങ്ങോട്ട് പോരുമ്പോൾ അവിടെ അതിനൊരു വലിയ വാക്യമുണ്ടായി. ഇപ്പം ഇവിടെ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ പൂഞ്ഞാറിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ, മറ്റു കാര്യങ്ങൾ. പക്ഷേ അവിടെ പാർട്ടി നേതൃത്വം ശക്തമായി ഉള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്നാൽ പോലും കുറേ കാര്യങ്ങൾ ഞാൻ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ എനിക്ക് പൂഞ്ഞാറിന് വേണ്ടി പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.